മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ കുരുട്ടുപാല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പാലമരത്തെ പറ്റിയാണ്. പ്രാദേശികമായിട്ട് പല പേരുകളിലും ഈ പാലയ്ക്ക് അറിയപ്പെടുന്നുണ്ട്. കമ്പിപ്പാല, കൂനംപാല എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഈ പാല നിരവധി ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ പാലയെപ്പറ്റി ഒരു വീഡിയോ എടുക്കുന്നത്. ഈ പാലയും മറ്റ് പല വൃക്ഷങ്ങളെപ്പോലെ തന്നെ ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലയുടെ ഗുണങ്ങൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ കൂടി കടമയാണ്. നന്ദ്യാർ വട്ടത്തിനോട് തുല്യമായ പൂക്കളാണ് ഈ പാലയ്ക്ക് ഉള്ളത്. പൂക്കളും ഒക്കെയാണ്. അതുപോലെ തന്നെ മറ്റ് പാലകളെപ്പോലെ തന്നെ ഇതിൻ്റെ ഇലകളും തണ്ടുകളും ഒക്കെ മുറിക്കുമ്പോൾ ചെറിയ കറ വരാറുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഇലകളൊക്കെ മുറിച്ചപ്പോൾ കറകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഈ കറകൾ പഴയ കാലങ്ങളിൽ കാലിൽ മുള്ളുകൊള്ളുമ്പോൾ, പാദരക്ഷകളൊക്കെ ഉപയോഗിക്കാതെ നടക്കുമ്പോൾ കാലിൽ മുള്ളുകൊള്ളുമ്പോൾ ഈ പാലയുടെ കറ പുരട്ടിക്കഴിഞ്ഞാൽ അകത്തോട്ട് കയറിയിരിക്കുന്ന ആ മുള്ളെടുത്ത് കളയാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ടേപ്പ് റെക്കോർഡറും മറ്റും ധാരാളമായിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ കാസറ്റുകൾ മുറിഞ്ഞു പോകുമ്പോൾ ആ കാസറ്റിൽ ഒട്ടിക്കാൻ ഇതിൻ്റെ കറ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ പശയായിട്ട് നമുക്കിതിൻ്റെ കറ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിട്ട് എണ്ണ കാച്ചാൻ വെക്കും. അപ്പോൾ ഇതിൻ്റെ ഇലയിട്ട് എണ്ണ കാച്ചുക എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ചൂടിലാണ് ഇതിൻ്റെ ഇലയിട്ട് എണ്ണ കാച്ചുന്നത്. ഇലയും അതേ അളവിൽ തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണയും ചെമ്പ് പാത്രത്തിൽ എടുത്തിട്ട് സൂര്യൻ്റെ ചൂടിൽ വെച്ച് തന്നെ അതിൻ്റെ ജലാംശം പൂർണ്ണമായിട്ടും വറ്റിക്കഴിയുന്നുണ്ടേ അത് കിട്ടുന്ന എണ്ണ തേച്ചാൽ സോറിയാസിസ് എന്ന് പറയുന്ന രോഗം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തലയിലുണ്ടാകുന്ന താരൻ മാറാനും ഈ എണ്ണ ഫലപ്രദമാണെന്ന് അനുഭവസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനമെന്ന് പറഞ്ഞാൽ ഈ പാലയുടെ കായാണ്. ഈ കായ ഇത് ചെറുപ്പത്തിൽ, അതായത് ഉണ്ടായി വരുമ്പോൾ ഈ പച്ച നിറമായിരിക്കുമെങ്കിലും ഇത് പഴുത്ത് വരുമ്പോൾ നല്ല ഓറഞ്ച് നിറമാവുകയും ഇതേപോലെ ഇരുവശങ്ങളിലേക്കും ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു പുരാണ കഥയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഹൈന്ദവ പുരാണ ഇതിഹാസത്തിലെ മഹാഭാരത കഥയിലെ ധീരവീര ശൂര പരാക്രമിയായ കർണൻ്റെ കുണ്ടലങ്ങളുമായി ഇത് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പുരാണപ്രസിദ്ധമായ ഒരു വൃക്ഷം കൂടിയാണ് ഈ കുണ്ടലപ്പാല എന്ന കാര്യം നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ പാലയുടെ തടി, അതായത് ഇത് സമൂലം നോക്കുന്നുടനെ ഇതിന് പലതരത്തിലുള്ള വളവുകൾ, തിരിവുകൾ, നല്ല ഒരു കാഴ്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചെടി മുഴുവനായി പിഴുതെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം പോളിഷ് ചെയ്ത് നമ്മുടെ മുറികളിലും അതുപോലെ തന്നെ മറ്റ് ഓഫീസുകളൊക്കെ അലങ്കരിക്കാനുള്ള കരകൗശല വസ്തുക്കളായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയ്ക്ക് മറ്റൊരു ഗുണമുണ്ട്. ഈ വാഴക്കുലയൊക്കെ മുൻകാലങ്ങളിൽ പഴുപ്പിക്കാനായിട്ടൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ആ വാഴക്കുലയുടെ പാടലയുടെയൊക്കെ ഇടയിലൊക്കെ ഇതിൻ്റെ ഇലകൾ തിരികെ കയറ്റി വെച്ചതിന് ശേഷം ആവി കൊള്ളിച്ചാൽ വളരെ പെട്ടെന്ന് വാഴക്കുലകളൊക്കെ പഴുത്ത് കിട്ടുന്നതായി അനുഭവമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൂടി നമ്മുടെ ഈ പാലയ്ക്ക് ഉണ്ട്. പിന്നെ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ, പഴയ കാലങ്ങളിലൊക്കെ കിണറിന് സ്ഥാനം നിർണ്ണയിക്കാനായിട്ട് ആചാര്യൻ വീട്ടിലെത്തുമ്പോൾ ആ കുടുംബത്തിലെ ഒരാളോട്, പ്രത്യേകിച്ചും കുടുംബത്തിലെ കുടുംബനാഥനോടോ അതല്ലെങ്കിൽ ഏറ്റവും ഇളയ കുട്ടിയോടോ ആ സ്ഥാനം നിർണ്ണയിച്ച് കുറ്റി സ്ഥാപിക്കാൻ വേണ്ടി ഒരു കുറ്റി കൊണ്ടുവരാൻ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അപ്പം ഈ സമയത്ത്
ഈ ആൾ വെട്ടിക്കൊണ്ട് വരുന്ന ആ കമ്പ് കുറ്റിയടിക്കാൻ വേണ്ടിയുള്ള ആ കമ്പ് ഈ കുണ്ടളപ്പാലയുടെ കമ്പാണെങ്കിൽ അതിൻ്റെ നിമിത്ത ലക്ഷണം ആചാര്യൻ പറഞ്ഞു കൊടുക്കുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ കിണറ്റിൽ വെള്ളം ലഭിക്കും എന്നാണ്. അങ്ങനെ സംഭവിച്ചതായും അനുഭവസ്ഥർ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ മേത്ത കാര്യം ഈ പാലയെ സംബന്ധിച്ച് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പാല ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള, നമ്മുടെ ചുറ്റുപാടിലുള്ള, നമ്മുടെ പുഴയിടങ്ങളിലുള്ള പല വൃക്ഷങ്ങളുടെയും പേരുകളോ അവയുടെ ഉപയോഗങ്ങളോ അവ പ്രകൃതി എന്തിനു വേണ്ടി നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന കാര്യങ്ങളോ ഒന്നും തന്നെ അറിയത്തില്ല. നമ്മളത് പറഞ്ഞ് മാറ്റേണ്ടതൊക്കെ ആവശ്യമാണ്. അപ്പം ഇതിൻ്റെ കമ്പ് കൊണ്ട് പഴയ കാലങ്ങളിൽ മറ്റൊരു ഉപയോഗം ഉണ്ടായിരുന്നു. ഈ പക്ഷികളുടെ ശല്യങ്ങൾ, പ്രത്യേകിച്ചും നെല്ല്, അതുപോലെ തേങ്ങ, കൊപ്ര, ഇതൊക്കെ വെയിലത്ത് ഉണക്കാൻ വേണ്ടി ഇടുന്ന സമയങ്ങളിൽ കാക്കയും അതുപോലുള്ള പറവകളുമൊക്കെ വന്ന് ഇത് കൊത്തി തിന്നുക പതിവുണ്ടായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഈ പറവകളെയൊക്കെ ഓടിക്കാൻ വേണ്ടി കവണ എന്ന് പറയുന്ന ഒരു ആയുധമുണ്ടായിരുന്നു. അതായത് കവരമുള്ള കമ്പയിൽ റബ്ബർ ചുറ്റി അതേ കല്ല് വെച്ച് എറിയുന്ന കവണ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കവണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലക്കമ്പ് ഉപയോഗിച്ചിരുന്നു. കാരണം ഇതിന് പാലക്കമ്പിന് കവരമാണ്, കണ്ട് പാലക്കമ്പിന് കവരമാണ്. അപ്പോൾ ഇത് വെട്ടിയെടുത്ത് ഇപ്പോൾ ഈ ഭാഗങ്ങൾ വെട്ടിയെടുത്ത് കവണ ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വൃക്ഷം കൂടിയാണ് ഈ കുരുട്ടുപാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാല ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തരിശ് പ്രദേശങ്ങളിലോ പാറക്കെട്ടുകളിലോ കല്ലും പുറത്തോ അതുപോലെ തന്നെ കുറ്റിക്കാടുകളിലോ വഴിയേരിലോ ഒക്കെ നിന്നാൽ നമ്മളിത് സംരക്ഷിക്കാൻ വേണ്ട ഉപദേശങ്ങളും അതിനുള്ള മാർഗദർശനങ്ങളും നൽകേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ തരത്തിലുള്ള സസ്യങ്ങൾ പ്രകൃതി തന്നെ നൽകിയിട്ടുള്ളതാണ്. നമ്മുടെ ആരുടെയും പരിചരണമോ ഒന്നുമില്ലാതെ തന്നെ ഇവ വളർന്ന് നിൽക്കുന്നു. തീർച്ചയായിട്ടും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് വേണ്ട കവചം, ആരോഗ്യ സംരക്ഷണ കവചം ഒരുക്കുന്നതിനും ഇത്തരത്തിലുള്ള സസ്യങ്ങൾ ആവശ്യമാണ് എന്ന് പ്രകൃതിക്ക് തോന്നിയതുകൊണ്ടാവാം ആരോരുടെയും പരിചരണമോ അതുപോലെ തന്നെ നടിയിലോ ഒന്നുമില്ലാതെ തന്നെ ഇത് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്നാൽ ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആദായമുള്ള റബ്ബർ പോലുള്ള കൃഷികൾ വ്യാപകമായതോടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും ജീവജാലങ്ങളുടെ ആരോഗ്യ കവചവുമായി വർദ്ധിക്കേണ്ടുന്ന ഇത്തരം സസ്യങ്ങൾക്ക് യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കാത്തത് മൂലം ഇവയെല്ലാം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ നാം ഇന്ന് നേരിടുന്ന ഒട്ടനവധി ശാരീരിക മാനസിക രോഗങ്ങൾക്ക് കാരണം ഇതൊക്കെയല്ലയോ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രപഞ്ചത്തിൻ്റെ നീതിശാസ്ത്രമനുസരിച്ച് ഇവിടെ നിലനിൽപ്പിന് ആവശ്യമായതെല്ലാം ഓരോ പ്രദേശത്തും പ്രകൃതി അതിനതായ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ ഇല്ലാതെ വരുമ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ നീതി നിഷേധിക്കപ്പെടുകയും പ്രപഞ്ചത്തിന് നീതി നടപ്പാക്കാൻ ഒക്കാതെ വരികയും ചെയ്യുമ്പോൾ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി അതിൻ്റെ കരുക്കൾ നമ്മളുടെ മേൽ പ്രയോഗിക്കുകയില്ലേ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകരും ഇത്തരത്തിലുള്ള സസ്യങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും അതിന് വളരാൻ പറ്റുന്ന സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും അത് അവിടെ തന്നെ നിൽക്കാൻ ഒരു ചെറിയ പ്രേരണ നൽകുകയും ചെയ്യണമെന്നാണ് ഇപ്പോൾ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് മാത്രമല്ല,
നമുക്ക് അറിയാനാവാത്ത ഒട്ടനവധി നിരുപദ്രവകാരികളും എന്നാൽ നിരുപദ്രവകാരികളായ വൃക്ഷങ്ങൾ കൂടിയുണ്ട്, ഉപകാരികളായ വൃക്ഷങ്ങൾ കൂടിയുണ്ട്. ഇതിനെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു ഗുണങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാനാവും. പ്രകൃതിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ട്. പ്രകൃതി നല്ല രീതിയിൽ ഓടിക്കൊണ്ടു പോകണമെങ്കിൽ, വായുവിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ, മണ്ണിൻ്റെ വിഷാംശങ്ങൾ ദൂരീകരിക്കപ്പെടണമെങ്കിൽ ഒക്കെ ഇത്തരത്തിലുള്ള സസ്യങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സസ്യങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ജീവിതചര്യയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇത്തരത്തിലുള്ള കൃഷിയെ സംബന്ധിച്ചും ഗൃഹവൈദ്യത്തെ സംബന്ധിച്ചും അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വിശ്വാസമുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പൂർണ്ണമായ പിന്തുണയ്ക്ക് എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.